ജ്യോതിഷം രവിരംശുമാൻ മരിഷിർമരുതം അസ്മി നക്ഷത്രാണാം അഹം ശശി ആദിത്യാനാം അഹം വിഷ്ണോർ ജ്യോതിഷം രവിരംശുമാൻ മരിഷിർമരുതം അസ്മി നക്ഷത്രാണാം അഹം ശശി ആദിത്യാനാം അഹം വിഷ്ണു ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരിചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരിചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരിചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി വേർഡ് ബൈ വേർഡ് മലയാളം ട്രാൻസ്ലേഷൻ അറിയിച്ചു. അതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രോപ്പർട്ട് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ പ്രോപ്പർട്ട് ആദിത്യന്മാരിൽ വെച്ച് ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണുവും ജ്യോതിഷുകളിൽ സൂര്യനും മരുത്തുക്കളിൽ മരീചിയും നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ. 12 ആദിത്യന്മാരുള്ളതിൽ മുഖ്യൻ ഈശ്വരാണ്. ആകാശത്തിലെ ജ്യോതിർഗണങ്ങൾ പ്രാധാന്യം സൂര്യനാണ്. ആ സൂര്യനെ ഭഗവാന്റെ പ്രകാശമാനമായ കണ്ണെന്നാണ് ബ്രഹ്മസംഹിത പറയുന്നത്. അന്തരീക്ഷാധാരികളായി 50 വിധം വായുവിശേഷം ഉണ്ട്. അവർക്ക് അധിപനായ ദേവത മരീചി കൃഷ്ണനെ പ്രതികരിക്കുന്നു. രാത്രികാലങ്ങളിൽ വിളങ്ങിക്കാണുന്ന നക്ഷത്രങ്ങൾ ചന്ദ്രനാണ് ഏറ്റവും പ്രാമുഖ്യം. അതിനാൽ ചന്ദ്രൻ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങളിൽ ഒന്നാണെന്ന് ഈ ശ്ലോകം അർത്ഥമാക്കുന്നു. ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെല്ലാം സൂര്യപ്രകാശത്തെ പ്രതികരിക്കുന്നു. പ്രപഞ്ചത്തിൽ അനേകം സൂര്യന്മാരുണ്ടെന്ന സിദ്ധാന്തം വേദസമ്മതമല്ല. സൂര്യൻ ഒന്ന് മാത്രം. സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനം കൊണ്ട് ചന്ദ്രൻ തിളങ്ങുന്നു. അപ്രകാരം തന്നെ നക്ഷത്രങ്ങളും. ഭഗവത്ഗീത ചന്ദ്രനെ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുത്തി കാണുന്നത് കൊണ്ട് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും സൂര്യന്മാർ അല്ല. എന്നാൽ അവ ചന്ദ്ര സദൃശമാണ്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനഞ്ജനാശലാക്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമയം ദദാതി സ്വപദാന്തിഹം
വന്ദേഹം ശ്രീഗുരു ശ്രീയുരാപാദകമലം ശ്രീഗുരും വൈഷ്ണവംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते तप्त कंचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये पंचकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे मुखं करोति वाचालं भङ्गं गङ्गं कृपातमं वन्दे परमानन्दमाधवं यत्कृपातमं वन्दे श्रीचैतन्यम् ईश्वरं यत्कृपातमं वन्दे श्रीगुरु दीनदारिणी। അപ്പോൾ ചാപ്റ്റർ 10 നമ്മുടെ വിഭൂതി കൃഷ്ണൻ്റെ ഓപ്പുലൻസ്, കൃഷ്ണൻ്റെ വിഭൂതിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്ററിലെ കൃഷ്ണൻ 9 ഒരു മെയിനായിട്ട് പറയുന്നത് മന്മനാഭാവം മദ്ഭക്തോ മധ്യാജീമ നമസ്കുരു. അപ്പോൾ എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയണത്, ഏത് നേരത്ത് എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ എന്നെ മറക്കില്ല എന്ന 9ാമത്തെ ചാപ്റ്ററിൽ പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ളത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള വശമാണ് 10ാമത്തെ ചാപ്റ്റർ. ഭഗവാന്റെ ഓപ്പുലൻസിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിന് ഒരിക്കൽ പ്രഭുപാദ് അമേരിക്കയിലുള്ളപ്പോൾ പസഫിക് ഓഷൻ്റെ ആ ഭാഗത്ത് നടന്നു പോവായിരുന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ സർഫിങ് പറയും, ഒരാൾക്ക് അറിയില്ല സർഫിങ്, ചെറുപ്പക്കാർക്ക് അറിയാം സർഫിങ്. കടലിൽ ഇങ്ങനെ പോകും ആൾക്കാർ. അപ്പോൾ ചോദിക്കും ഭക്തന്മാരോട് എന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ സർഫിങ്, അവർ സർഫ് ചെയ്യണം. പ്രഭുപാദ് പറയും, ഞാനൊരു സഫറേഴ്സ് എന്നല്ല പറയാം, സഫറേഴ്സ് എന്നാണ് പറയാം. സഫറേഴ്സ് പറഞ്ഞാൽ വെറുതെ സമയം കൊല്ലാണ് അവർ, ഇങ്ങനത്തെ ഇതിൽ ടൈം വെറുതെ പാഴാക്കിയിട്ട്. പിന്നെ പ്രഭുപാദ് ചോദിക്കണ്ടേ, നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടോ അവിടെ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ പതുക്കെ ഇരുന്ന് കേൾക്കുക. ഒന്നും മനസ്സിലായിട്ടില്ല ആർക്കും പറഞ്ഞത്. അല്ല, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഭക്തന്മാർ പറയുന്ന അലകൾ വരുന്നുണ്ട് ശബ്ദം. പ്രഭുപാദ് പറയുന്നുണ്ട്, അത് രാധാറാണിയുടെ ശബ്ദമാണ്. അലയുടെ ഒരു സൗണ്ട് വരില്ലേ അങ്ങനെ. അപ്പോൾ അത് രാധാറാണി കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ രാധയുടെ ഹൃദയത്തിൻ്റെ സൗണ്ടാണത്. ഇത് അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടാൽ ഇത് മനസ്സിലാവും. അപ്പോൾ കൃഷ്ണൻ 10ാമത്തെ ചാപ്റ്ററിൽ പലതും പല സ്ഥലത്തും ലിസ്റ്റ് ചെയ്യാണ് പലതും. 8ാമത്തേത് വേഴ്സിൽ പറയേണ്ടത് ഹാം സർവസ്യ പ്രഭോ മാതാ സർവം പ്രവർത്തത്തെ ഇതി മാത്ര ഭജന്തേമോ ഭൂതഭാവ സമന്വിത. ഞാൻ എല്ലാറ്റിനും സ്രോതസ്സാണ്,
ഇതെല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പുലൻസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്തിനാണ് ഇവിടെ ഭഗവതിയുടെ ക്ലാസ് വരുന്നത്? ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഒരു ആഴ്വാറുകളുടെ സ്റ്റോറി ഉണ്ട്. അതിൽ ഒരു ആഴ്വാർ, നിങ്ങൾക്കറിയാം എല്ലാവർക്കും ആഴ്വാർ പറഞ്ഞ നമ്മളെ ദിവ്യദേശങ്ങളുണ്ടല്ലോ, അവിടെ പോയിട്ട് ഭഗവാനെ കുറിച്ചിട്ടുള്ള ഭഗവാനെ കീർത്തിച്ച ഗ്ലോറിഫൈ ചെയ്ത സ്ഥലങ്ങളാണ് ദിവ്യദേശമായിട്ട് വരുന്നത്. നമ്മൾ ശ്രീരംഗമുണ്ട്, പലതും ഉണ്ട്, 108 ദിവ്യദേശം. അങ്ങനത്തെ വലിയ വലിയ എക്സാൾട്ടഡ് ആൾക്കാർ ഏകദേശം 4500 കൊല്ലമുണ്ട്. അതിൽ നിന്നാണ് നമ്മളെ ആചാര്യന്മാർ വരുന്നത്, രാമാനുജാചാര്യ അങ്ങനെയൊക്കെ. അതിൻ്റെ ഒരു 3000 കൊല്ലം മുമ്പേ ഉള്ള ആൾവാസ്. ഒരിക്കലും ഒരു ആൾവാർ ഏതോ ദിവ്യദേശത്തിൻ്റെ അവിടെ ഭഗവാനെ കീർത്തിച്ചിട്ട് മഴയായിരുന്നു, മഴക്കാലം, ചതുർമാസ്യം. അപ്പോൾ ഒരു ചെറിയ സ്ഥലത്ത് ടവൽ വിരിക്കാനുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് പോകും. അപ്പോൾ പോയി അവിടെ കിടക്കും. എന്തായാലും അത്രയും ക്ഷീണിച്ച് വെയിലത്തോടായിട്ട് കുറേ കാലങ്ങളായിട്ട്, കുറേ ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് അങ്ങനെ പ്രചരിപ്പിച്ചിട്ട് നമുക്ക് ഭഗവാനെ കീർത്തിച്ചിട്ട് വരിക. അപ്പോൾ അവിടെ കിടക്കുകയാണ്, ഗുഹയുടെ മരിയുള്ള സ്ഥലത്ത് കുട്ടികളൊക്കെ കിടക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ആൾവാർ വരും. ആർക്കും അറിയില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. രണ്ടാമത്തെ ആൾവാർ വരുന്നു. രണ്ടാമത്തെ ആൾവാർ വന്നിട്ട് ഇവിടെ വാതിൽ തുറക്കാൻ നോക്കുക, ഗുഹയിൽ നിന്നുള്ള ഒരു തുറക്കാൻ പറ്റില്ല. അപ്പോൾ പറയാം ആരെയും ഉള്ളിലുണ്ടാവും. ഉള്ളിലെ ആൾവാർ പറയേണ്ടത് ഇവിടെ സ്ഥലമില്ല, ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലമില്ല. രണ്ടാമത്തെ ആൾവാർ പറയാം ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ 2 പേർക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ മറ്റേ ഉള്ളിലത്തെ ആൾവാർ ഉടനെ പെട്ടെന്ന് എഴുന്നേറ്റ് ആകെ മനസ്സിലായി അതിൻ്റെ പോരല്ലേ. അപ്പോൾ ഉടനെ ഇത് കല്ല് മാറ്റി ആ സ്ഥലത്ത് തിരിച്ച് രണ്ടാമത്തെ ആൾവാർ അവിടെ 2 പേര് ഇരിക്കുകയാണ്. പിന്നെ ഇവരടയ്ക്കുകയാണ്, തിരിച്ച് മഴ പെയ്യുമ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ മൂന്നാമത്തെ ആൾവാർ വരിക. പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, ഒരു ആൾവാർമാരാണ്. അപ്പോൾ മൂന്നാമത്തെ ആൾവാർ വരുമ്പോൾ മൂന്നാമത്തെ ആൾവാർ തിരിച്ചതേമാതിരി ചോദിക്കുക, ഇതൊന്ന് തുറക്കും. അപ്പോൾ 2 പേർക്ക് ഇവിടെ 2 പേർക്ക് കൂടി ഇരിക്കാൻ സ്ഥലമില്ലയാണ്. അപ്പോൾ മൂന്നാമത്തെ ആൾവാർ പറയാം 2 പേർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ 3 പേർക്ക് നിൽക്കാമെന്ന്. അപ്പോൾ തിരിച്ച് തുറന്നപ്പോൾ 3 പേര് നിൽക്കും. അപ്പോൾ ഈ 10ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ മച്ചിത്ത മത്കഥ പ്രാണ ബോധയന്ത പരസ്പരം കഥയന്ത ശ്യാമം നിത്യം പുഷ്യന്തി സാരമന്തി അല്ലേ. ശുദ്ധഭക്തന്മാർ എപ്പോഴും ഭഗവാനെ സേവ ചെയ്യുക, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക, അങ്ങനെ സന്തോഷം ഉണ്ടാവും. നമ്മൾ പൊതുവെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും അല്ലേ, ഞങ്ങളെ മെഡിക്കൽ അസോസിയേഷനോ ഇവിടെ വേറെ വർത്തമാനങ്ങളാണ്. സീരിയസ് ആയിട്ടുള്ള അവർ മെഡിക്കൽ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അവിടെയും കുശുക്ക് സ്ഥലങ്ങളും മറ്റേ പരദൂഷണം പറയുന്ന സ്ഥലത്ത് പല പല സംഘടനകൾ. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയ കച്ചവടക്കാർ, അത് കുറച്ചും കൂടി സീരിയസാണ്. വലിയ ലെവലിലെ കച്ചവടക്കാർ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫുള്ള് കച്ചവടത്തിനെ കുറിച്ചാണ് സംസാരിക്കുക. അപ്പോൾ ഓരോ സംഘടനകളിൽ പോയാൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും. അപ്പോൾ നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ തന്നെ പറയണ്ടല്ലേ, ഭക്തന്മാർ തമ്മിൽ ഒന്നിച്ച് ചേരുമ്പോൾ എന്താ ശരിക്കില്ല, ശുദ്ധ ഭക്തിയിലുള്ളപ്പോൾ നമ്മൾ അനാവശ്യ വർത്തമാനങ്ങളല്ല, ഭഗവാനെ കുറിച്ചുള്ള ചർച്ചകളാണ് ചെയ്യുക. അപ്പോൾ ഇവർ 3 ആൾവാരും അങ്ങനെ ലഹിച്ച് ഭയങ്കര എലിവേറ്റഡ് സോൾസ് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് വളരെ ഉയർന്ന തലത്തിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഫുള്ള് ആനന്ദിക്കുകയാണ് ഭഗവാനെ കുറിച്ച് സംസാരിച്ചിട്ട്. പക്ഷേ ഭഗവാൻ ശ്ലോകം മനസ്സിലായി. ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭഗവാൻ അവിടെ ഉണ്ടാവും. ശ്ലോകം പെട്ടെന്ന് മനസ്സിൽ പോയി. ഭഗവാൻ അവിടെ സ്വയം അവിടെ വരും. സംസാരിച്ചിരിക്കുമ്പോൾ ഭയങ്കര പെട്ടെന്ന് തിരികെയായി. സ്ഥലം 3 പേർക്കും കൂടിയും നിൽക്കാൻ സ്ഥലമില്ല. 4ാമത്തെ ഒരാളും കൂടി അവിടെ വന്നു. ആരായിരിക്കും? സ്ഥലമില്ല അവിടെ, ആകെ ഇടുങ്ങി ചതഞ്ഞ് പോണ രീതിയിലായിരിക്കുന്നു. 4ാമത്തെ ആൾ ആരായിരിക്കും? നമ്മളിപ്പോൾ ചർച്ച ചെയ്യല്ലേ, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ
കൃഷ്ണൻ തന്നെ. അപ്പോൾ ഭഗവാൻ അവിടെ എത്തി. പല ചരിത്രങ്ങൾ നമുക്ക് കാണാമല്ലേ. ദ്വാരകയിൽ 1608 മറ്റേ രാജ്ഞികളെ കൃഷ്ണനെ കുറിച്ച് വൃന്ദാവന ലീലയെ കുറിച്ച് പറയുമ്പോൾ ശുഭദ്രേനെ അവിടെ എൻട്രൻസിൽ നമ്മൾ ആ കൊട്ടാരത്തിൻ്റെ എൻട്രൻസിൽ നിർത്തുകയാണ്. എന്തായാലും അവർക്കറിയാം ഭഗവാനെ കുറിച്ച് വൃന്ദാവന ലീലയും ഭക്തന്മാരെ കുറിച്ച് പറയുമ്പോഴും ഭഗവാൻ അവിടെ എത്തുന്നു. അപ്പോൾ അത് പറഞ്ഞ മാതിരി നമ്മളിവിടെ കാണുന്ന ജഗന്നാഥ് ബലദേവ് ശുഭദ്രയുടെ വിഗ്രഹത്തിന് അങ്ങനെയാണ് വന്നത്. ഇവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഭഗവാൻ കൃഷ്ണനും ബലരാമനും എത്തി. അപ്പോൾ 10th ചാപ്റ്റർ ഞാൻ പറയുന്നത് ഭഗവാന്റെ ഓപ്പുലൻസ്, വിഭൂതിയെ കുറിച്ച് പറയുമ്പോൾ ഭഗവാനെ ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നടന്നു പോവാച്ചാൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറയണ്ടെങ്കിൽ പതുക്കെ നമ്മൾ അങ്ങോട്ടേക്ക് നിന്ന് ചെവി വെച്ച് കേൾക്കും നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത് അല്ലേ. അതുമാതിരിയാണ് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. രാമായണത്തിൽ സ്വയം ശ്രീരാമചന്ദ്ര ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ സർവേശ്വരനായ ശ്രീരാമൻ ലവനും കുശനും വാൽമീകി എഴുതിയ രാമായണം രചിച്ചപ്പോൾ ഭയങ്കര ആനന്ദിച്ചു എല്ലാവരും, ശ്രീരാമനും ഭരതനും ശത്രുഘ്നും എല്ലാവരും. അപ്പോൾ അത്രയും വളരെ ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അവിടെ ആരും ഉറങ്ങരുത്, സീരിയസ് ആയിട്ട് കേൾക്കണത്. കാരണം ഭഗവാൻ സ്വയം ഇവിടെ വന്നു, സീരിയസ് ആയിട്ട് കേൾക്കണം. അപ്പോൾ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പ് ഭഗവാൻ ഇവിടെ ഉണ്ട്. ഗീത നമ്മളിപ്പോൾ ചർച്ച ചെയ്യാണ്. നമുക്ക് അത്ര നമ്മൾ ആ ലെവലിലല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വിശ്വാസമില്ല. പക്ഷെ ഭഗവാൻ ഇവിടെ ഉറപ്പ് ഈ സമയത്ത് 1000% ഇവിടെ ഇരിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ നമ്മൾ 21ാമത്തെ ശ്ലോകം പറയാം. ആദിത്യാനാം ഹം വിഷ്ണുർ. ഭഗവാൻ പറയാണ്, ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ്. 12 ആദിത്യന്മാരാണുള്ളത്. എനിക്ക് ഫുൾ പേരറിയാം. ധാത്രി, വരുണൻ, വിവാസ്വൻ, എന്താ പറയുക, ആര്യാമൻ, 2 ആര്യാമൻ, പിന്നെ സ്വയം ഇന്ദ്രൻ, പിന്നെ ഓർമ്മ കിട്ടില്ല, പിന്നെ വിഷ്ണു, വാമനദേവൻ. 12 ആദിത്യന്മാരാണുള്ളത്. കശ്യപ മുനിയുടെ ഭാര്യയാണ് അദിതി. അദിതിയുടെ മക്കളാണ് ആദിത്യന്മാർ. പിന്നെ അദിതിയുടെ മക്കളാണ് ദൈത്യന്മാർ. അപ്പോൾ ഈ മന്വന്തരത്തിലല്ല, ഓരോ മന്വന്തരം ഏകദേശം 28 കോടി കൊല്ലാണ്, 430 കോടി കൊല്ലാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ ഇത് കഥയല്ല, മിത്തല്ല. അത് ബ്രിട്ടീഷുകാരുടെ വാക്കാണ് മിത്ത്. ഇത് ഇതിഹാസമാണ്. മഹാഭാരതം ഇതിഹാസമാണ്, ഭാഗവതം ഇതിഹാസമാണ്. തെളിവുണ്ട് അല്ലേ. കുരുക്ഷേത്രത്തിൽ ആ രണഭൂമിയുണ്ട്, യുദ്ധകലുണ്ട്. ദ്വാരകയിൽ പല സയൻറ്റിസ്റ്റും പല ജിയോളജിസ്റ്റും അവരൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ദ്വാരക ഇത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും മിത്തല്ല, സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഏതോ 6ാമത്തെ മന്വന്തരത്തിലാണ് ഈ ചരിത്രം വരുന്നത്. ദൈത്യന്മാർ സ്വർഗത്തിനെ കീഴടക്കുകയാണ്. ദൈത്യ രാജാവ് ബലിചക്രവർത്തി, മഹാബലി നമ്മൾ ആഘോഷിക്കില്ല ഓണം. അപ്പോൾ ബലിചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഗുരു ബ്രാഹ്മണനെ പ്രീതിപ്പെടുത്തിയോണ്ട് ജയിക്കാൻ പറ്റുകയാണ്. അതേ നേരത്തെ ആ സമയത്ത് നമ്മളുടെ ഇന്ദ്രദേവൻ അപരാധം ചെയ്യാണ് ഗുരുവിനെ. അതുകൊണ്ട് അദ്ദേഹം താഴേക്ക് വീഴാണ്. അപ്പോൾ കോയിൻസൈഡ് ചെയ്യാണ് രണ്ടും.
അതുകൊണ്ട് ഇവർക്ക് ദൈത്യന്മാർ മഹാബലി ചക്രവർത്തിക്ക് സ്വർഗത്തിനെ കീഴടക്കാൻ പറ്റി. പിന്നെ അതിലും നമ്മൾ ഇല്ലാത്തതൊക്കെ ചേർക്കുകയാണ്. മഹാബലിനെ കീർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളെ ചെയ്ത്, അല്ലെങ്കിൽ ഒറ്റ സെക്കൻഡ് മതി എല്ലാം തീർക്കാൻ അല്ലേ. ഹിരണ്യകശിപുവിനായാലും ശരി, ഹിരണ്യാക്ഷനായാലും ശരി, രാവണനായാലും ശരി, എല്ലാവരെയും ഒറ്റ സെക്കൻഡ് എല്ലാവരുടെയും ഹൃദയത്തിലും പരമാത്മാവായിട്ടാണുള്ളത് അല്ലേ. പലപ്പോഴും കാണലുണ്ട് ചില ബോംബെയിലൊക്കെ ബോംബ് പൊട്ടുന്നത് അല്ലേ, മറ്റേ സ്പൈ ഇതിനെ വായിക്കുന്നുണ്ടാവാറില്ല. ഇസ്രയേലിൽ മറ്റേ പേജറിൽ തീവ്രവാദികൾ അതിൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്റം വെച്ചിട്ട് എല്ലാവരും പൊട്ടും, അപ്പം എല്ലാവരും മരിക്കും. സാധാ മനുഷ്യന്മാർ ടെക്നോളജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഈശാവാസം ഇതം സർവം എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ് മതി എല്ലാവരും പൊട്ടിത്തെറിക്കാൻ ഉള്ളത്. അപ്പോൾ മഹാബലിയുടെ എന്താ പറയുക ഗ്രേറ്റ്നെസ്, അദ്ദേഹം എത്ര വലിയ ഭക്തനാണെന്ന് കീർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വാമനദേവനായിട്ട് അവതരിച്ചത്. ആദിത്യയുടെ അവസാനത്തെ കുട്ടിയായിട്ട് വാമനായിട്ട് അവതരിച്ച. എങ്ങനെ പായവ്രതം എടുത്തു. കാരണം അതിഥി പ്രാർത്ഥിക്കേണ്ട മക്കളൊക്കെ സ്ഥലമില്ലാതെ മറ്റേ ഹൈഡ് ഔട്ട്സിലാണ്. അതുകൊണ്ട് എനിക്ക് രക്ഷിക്കണം അവരെ. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? സ്വയം ഭഗവാൻ മകനായിട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പായവ്രതം. വളരെ പ്രയാസപ്പെട്ട വ്രതം. 12 ദിവസം വ്രതം എടുക്കുകയാണ്. നമ്മൾ ഓണം വന്നിട്ട് ഏകദേശം ചില സമയത്ത് തിഥി പ്രകാരം നോക്കുക വെച്ചാൽ വാമന ദ്വാദശിയിലാണെന്ന് അറിയില്ല. അപ്പോൾ വാമനദേവൻ അന്നത്തെ ദിവസം അവതരിച്ചിട്ട് പോയി. നമ്മളെ ചരിത്രത്തിൽ കാണിക്കുകയാണ് മഹാബലി എത്ര ഒരു ആസക്തി ഇല്ലാത്ത ഒരു മഹാഭക്തനാണ്. 12 മഹാജന്മരാണ് നമ്മളുടെ വിഷ്ണു ഭക്തിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആൾക്കാർ, മഹാജന്മാർ. അതിൽ സ്വയം മഹാബലി പറയുന്ന സാധാരണ ആളല്ല. അതിലെ മുത്തശ്ശൻ ഏറ്റവും വലിയ ഭക്തനായിരുന്നു, പ്രഹ്ലാദൻ. ചുമ്മാ ഊഹാപോകത്തില്ല, ഫുൾ എന്താ പറയുക, അച്ഛൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ 10, 30, 50 തലമുറകളെല്ലാം പറയുന്നുണ്ട് ഭാഗവത്തിൽ. അല്ലാണ്ട് ഇത് ഒരു കഥ ഒന്നുമല്ല, കറക്റ്റായിട്ടുണ്ട് ആ ലീനിയേജ്. പ്രഹ്ലാദൻ മുത്തശ്ശനാണ്. അപ്പം മുത്തശ്ശൻ്റെ ഭക്തി കിട്ടി. ഹിരണ്യകശിപു രാക്ഷസനായിരുന്നു, പക്ഷെ മകൻ പ്രഹ്ലാദൻ മഹാഭക്തനായിരുന്നു. പ്രഹ്ലാദൻ്റെ മോൻ വിരോചനൻ അസുരനായിരുന്നു, പക്ഷെ പേരക്കുട്ടി മഹാബലി ചക്രവർത്തി മഹാഭക്തനായിരുന്നു. അപ്പോൾ മഹാബലി അത്രയും വലിയ ഈ സാധാരണ നമ്മൾ ഈ ചെറിയ രാജ്യം അമേരിക്ക പറഞ്ഞ ചെറിയ അംശമാണ് ഈ ഭൂമിയിൽ. അവിടുത്തെ പ്രസിഡൻ്റാണ് പറഞ്ഞാൽ അത് 5 കൊല്ലം ഭരിക്കുന്ന ആളാണ്. ഭയങ്കര വലിയ ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരും അങ്ങനെ ഇതായിട്ട് ഒരു ഗൗരവത്തോടെ എന്താ ആത്മവിശ്വാസം പറയില്ലേ ഇന്നത്തെ കാലത്ത്, സെൽഫ് കോൺഫിഡൻസ്, അങ്ങനത്തെ ഒരു ഇതിൽ അവർക്ക് നടക്കുക. ഡൊണാൾഡ് ട്രംപ് ആയാലും എല്ലാം. പക്ഷേ മഹാബലി പറഞ്ഞ ഈ എന്താ പറയുക, ഭൂലോകം മാത്രമല്ല സ്വർഗലോകത്തിലത്തെ ചക്രവർത്തിയായിരുന്നു. എന്നിട്ടും ഭഗവാൻ ചോദിക്കും 3ാമത്തെ സ്റ്റെപ്പ് എവിടെയാണ്. അപ്പോൾ എല്ലാം സ്വത്തും എല്ലാം ഒറ്റ സെക്കൻഡ് അർപ്പിക്കുകയാണ്. ഒരു ഇതുമില്ല, സന്തോഷത്തോടെ. ഭഗവാന്റെ സ്വത്താണ് ഈശാവാസം ഇതം സർവം അല്ല, ഇതൊക്കെ എല്ലാം ഭഗവാന്റെയാണ്. ഭഗവാൻ ഇത് എടുത്തോളൂ, എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ സ്വയം ശരീരം നിങ്ങളുടെയാണ്. അപ്പോൾ അത്ര വലിയ ഭക്തിയുള്ള ആളാണ്, സാധാരണ ആളല്ല മഹാബലി. ആ സിദ്ധാന്തം കാട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈവൻ സോ കോൾഡ് മഹാത്മാക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ ബലി ചക്രവർത്തി ചെയ്തത്. അപ്പോൾ വാമനദേവനായിട്ട് അവതരിച്ചിട്ടാണ് ഈ ലീലകൾ മഹാബലിനെ കീർത്തിക്കാനും മഹാബലി എത്ര വലിയ ഭക്തനും എത്ര നല്ല ആളാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാമനദേവൻ അവതരിച്ചത്. ആ ആദിത്യനാണ് ഭഗവാൻ പറയുന്നത്. ഈ 21ാമത്തെ ശ്ലോകത്തിൽ വിഭൂതികളിൽ ലിസ്റ്റ് ചെയ്യാണ്. നമ്മൾ കടകളിൽ പോയി ലിസ്റ്റ് എഴുതി കൊടുക്കില്ല, ഇതുമാതിരി ഭഗവാൻ ഇതിൽ ലിസ്റ്റ് ചെയ്യാണ് ഞാൻ ഏതിൻ്റെ പ്രതിനിധിയാണെന്ന്. ഇപ്പോൾ ഞാൻ ഡോക്ടറാണ്, വലിയ കമ്പനി സണ്ണ്, ഗ്ലാസ്കോ, സിപ്ല, ലൂപ്പിൻ എന്നൊക്കെ പറയും, വലിയ ആ കമ്പനിയുടെ പ്രതിനിധികൾ വരും. അതുമാതിരി ഇതൊക്കെ പ്രതിനിധികളാണ്. അതിൻ്റെ മെയിൻ
ഓണർ പ്രൊപ്പറേറ്റർ ഞാനാണ് കൃഷ്ണൻ പറയാം. ആദിത്യന്മാരിൽ ഞാനാണ് വിഷ്ണു വാമനായിട്ട് അവതരിച്ചത്. ജ്യോതിഷം റവിൽ അംശുമാൻ, ഇല്യൂമിനറീസിൽ വെളിച്ചങ്ങളിൽ ഞാൻ സൂര്യനാണ്. നമ്മൾ ഈ ബൾബ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ലൈറ്റൊക്കെ ഉണ്ട്. ആ ലൈറ്റൊന്നുമല്ല സൂര്യൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഭഗവാൻ പറയേണ്ടത് ആ സൂര്യൻ ഞാനാണ് വെളിച്ചങ്ങളിൽ. ജ്യോതിഷം രവിരംശുമാൻ പറഞ്ഞ ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് വളരെ ക്ലിയറായിട്ട്. ഈ സൂര്യൻ പറയുന്ന ഭഗവാന്റെ ഒരു കണ്ണുമാരിയാണ്. അതാണ് ജ്യോതിഷം രവി അംശുമാൻ. മരിഷിർ മരുത്തം അസ്മി. മരിച്ച് 50 മരുത്തന്മാരുണ്ട് പറഞ്ഞ വായുദേവന്മാരുണ്ട്. അതിൻ്റെ അവരൊക്കെ എൻ്റെ പ്രതിനിധിയാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ വായു പറയണത് കാണാൻ പറ്റില്ല, വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ്. പക്ഷെ ആ വായു അല്ലെങ്കിൽ നമ്മൾ പെടഞ്ഞു മരിക്കും അല്ലേ. പ്രാണവായു നമ്മൾ വെള്ളത്തിൽ മുങ്ങിയ അവിടെ വായു കിട്ടില്ല. അപ്പോൾ നമ്മൾ പെടയുക ചെയ്യുക. തൂക്കിലിടുമ്പോൾ ആൾക്കാരെ ആ ശ്വാസകോശം അടയുന്നത്. ആ ശ്വാസകോശം അടയുന്നതുകൊണ്ട് അവർ അല്ലാണ്ട് ഭക്ഷണം ഇത് അടയുന്നതുകൊണ്ടല്ല മരിക്കുന്നത്. കുഴലിൽ ശ്വാസക്കുഴലുണ്ട്, തൊണ്ടയുടെ അവിടെ അതിൻ്റെ പിന്നിൽ നമ്മൾ ഫുഡ് പൈപ്പുണ്ട്, ഭക്ഷണത്തിൻ്റെ പൈപ്പുണ്ട്. അപ്പോൾ ഈ ശ്വാസകോശം മുറുകുമ്പോഴാണ് ആൾക്കാർ വായു കിട്ടാതെ പെടയുന്നത്. അപ്പോൾ ഈവൻ ഈ രാമായണത്തിൽ കാണാം അല്ലേ, ഹനുമാൻ്റെ ഹനുമാൻ സൂര്യൻ എന്താ പറയുക ഓറഞ്ചാ വിചാരിച്ച് പോയി ചാടുന്നു. അപ്പോൾ അവിടെ പോയി രാഹു പോയി കേതുവും പോയി പറയാണ് നമ്മളെ ഇതിൻ്റെ പ്രകൃതിയുടെ വിരോധമായിട്ട് ഇനി ഒരാൾ വന്ന് ഇവിടെ ഇതാക്കാണ്. അപ്പോൾ ഇന്ദ്രൻ പോകുമ്പോൾ ഇന്ദ്രൻ്റെ തണ്ടർ ബോൾട്ട് ഈ ഇടി മിന്നലുകൊണ്ട് ഹനുമാൻ അത് ആക്കാണ്, തെറിപ്പിക്കുക. അപ്പോൾ ഹനുമാൻ താഴെ വീഴാണ്. അപ്പോൾ ഹനുമാൻ അഞ്ജനയുടെയും വായുവിൻ്റെയും പുത്രനാണ്. അതായത് അഞ്ജനപുത്രൻ, വായുപുത്രനാണ് ഹനുമാൻ. അപ്പോൾ വായുദേവന് ഭയങ്കര ദേഷ്യം തോന്നുന്നു. അങ്ങനെ എല്ലാം വായു വിഡ്രോ ചെയ്യാണ്. അപ്പോൾ ഈവൻ സ്വർഗലോകത്തിലുള്ള ആൾക്കാർക്കടക്കം ആകെ അപ്പോഴാണ് മനസ്സിലാവുന്നുണ്ട് വായുവിൻ്റെ ഇത് പ്രാധാന്യം. അത് പ്രതിനിധിക്കുന്ന ഈ മരിച്ചി അതിന് ആക്ച്വലി അതിൻ്റെ സോഴ്സ് ഭഗവാൻ ഞാനാണ് പറയുന്നത്. നക്ഷത്രാണാം അഹം ശശി. നക്ഷത്രങ്ങളിൽ ഒരുപാട് നക്ഷത്രങ്ങൾ, അതിൽ ഞാനാണ് ചന്ദ്രൻ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അതിൽ ചന്ദ്രനാണ് ഏറ്റവും വലുതെന്നാണ് പറയുന്നത്. എന്തായാലും ചന്ദ്രൻ വളരെ പ്രാധാന്യം. ചന്ദ്രനുള്ളതുകൊണ്ടാണ് രാത്രി ചന്ദ്രൻ്റെ വെളിച്ചം കൊണ്ട് ഈ 15 ദിവസവും ഈ ചെടികളും എല്ലാ സാധനങ്ങളും നമ്മുടെ കൃഷി മരങ്ങൾ എല്ലാം അതിന് സത്ത് കിട്ടുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ് ഞാനാണ് നക്ഷത്രങ്ങളിൽ ഞാൻ ശശിയായെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഇത് ചെറിയൊരു പുറപ്പെട്ടാണ്. ഇതിലിപ്പോൾ പിന്നെ തിരിച്ച് അടുത്ത വേദാനം സമ വേദോസ്മി ദേവാനം അങ്ങനെ ഉണ്ട്. അതിൽ പലതും പ്രതിനിധിയായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭാഗവതം ഭഗവാനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഭാഗവത്തിൽ 10ാമത്തെ സ്കന്ധം 88, 89 അതിൽ ഭഗവാന്റെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചരിത്രം ഇതിഹാസം അതിൽ ഭഗവാൻ വ്യാസമഹർഷി കാണിക്കുകയാണ്. വ്യാസമഹർഷിയുടെ വേദങ്ങളെ എല്ലാം രചിച്ചതാണ് വ്യാസമഹർഷി. അതിൻ്റെ സാരാണ് ഭാഗവതം. നിഗമ കൽപ്പത്തൂരോൽകരിത്ത സുഖമുഖ പറയുന്നത് അതിൻ്റെ ഫ്രൂട്ടാണ്, പഴുത്തതാണ്. അപ്പോൾ ഭാഗവതം വായിച്ച എല്ലാ വേദങ്ങളും എല്ലാം ഉപനിഷത്തും എല്ലാം വായിച്ച അതിൻ്റെ സത്താണ് ഭാഗവതം. അതിൽ 2 സ്ഥലത്ത് ആ വേദ പുസ്തകത്തിൽ 2 സ്ഥലത്ത് ഈ 88 10ാമത്തെ സ്കന്ധം 88ലും 89ലും അത് പ്രൂവ് ചെയ്യാണ്. കൃഷ്ണൻ വിഷ്ണുവാണ് എല്ലൈറ്റ്നീസ് സ്രോതസ്. ഗീതയിലുണ്ട് നാമേവിതു സുരഗണ മഹർഷിണ സർവശ. അതിനെക്കുറിച്ച്
സൂരന്മാർ, ദേവന്മാർ 33 കോടി ദേവന്മാർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. മനുഷ്യന്മാർക്കടക്കം മനസ്സിലാക്കാൻ പറ്റില്ല. അഹം ആദ്യ ദേവാണ്, പക്ഷെ ഞാനാണ് എല്ലാ ദേവന്മാരിലും ആദി, എന്നിന്നാണ് എല്ലാം 33 കോടി ദേവന്മാർ വരുന്നത് അല്ല. ഭഗവാൻ കാണാം പത്മനാഭസ്വാമി, പത്മത്തിന് നാഭിന് നാഭിന് പത്മ വരികയാണ്. അതിന് ബ്രഹ്മാവ് വരണം. ബ്രഹ്മാവ് ആണ് ആദ്യത്തെ സൃഷ്ടി. ബ്രഹ്മാവിന് മറ്റേ കുമാരന്മാരും കശ്യപമുനി അങ്ങനെ സൃഷ്ടി വരുന്നു. അപ്പോൾ അതിന്ന് ഇവൻ രുദ്രനും ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് വന്നാലും രുദ്രൻ അത്രയും എന്താ പറയുക, ഒരു മോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ, എന്താ പറയുക, തമഗുണത്തിലായതുകൊണ്ട് ബ്രഹ്മാവ് തപസ്കരിക്കാൻ പറയും. അതുകൊണ്ടാണ് മഹാദേവനെ കണ്ടാൽ എപ്പോഴും രുദ്രാക്ഷത്തിലിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അതാരെ സർവേശ്വരനായ വിഷ്ണു നാരായണനെയാണ് എപ്പോഴും ശിവൻ മഹാദേവൻ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവ് ആദ്യത്തെ സൃഷ്ടി ആണെങ്കിലും ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് രുദ്രൻ നെറ്റിട്ടുണ്ടെങ്കിലും രുദ്രൻ ബ്രഹ്മാവിനെക്കാളും ഒരു ഉയർന്ന സ്ഥാനം. അതാണ് ദേവന്മാരുടെ മഹാദേവൻ എന്ന് പറയും, മഹാദേവന്. പക്ഷെ ഭഗവാനല്ല. എവിടെയും ഗീതയിൽ നോക്കിയാലും കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ശ്രീ ഭഗവാൻ വച്ചാന്നാണ് പറയാം. ഭാഗവത്തിലെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ പറയല്. അപ്പോൾ അതിൽ 10ാമത്തെ സ്കന്ധം 88 വ്യാസമഹർഷിയും ശിവമഹർഷിയും പറയുന്നുണ്ട്. 88ാമത്തെ ചാപ്റ്റർ അതിൻ്റെ ചരിത്രം, ഇതിഹാസം ശ്രദ്ധയോടെ കേട്ടാൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത് തിരിച്ച് ഇവിടെ ജന്മമൃത്യു ജരാഗതി തിരിച്ച് എന്താ സംസാര സാഗരത്തിൽ വട്ടം തിരിയേണ്ട ആവശ്യമില്ല. ആർക്കൊക്കെ അങ്ങനെ ആവശ്യം? ശത്രുക്കൾ വേണ്ട. നമ്മൾ ജനിച്ചും മരിച്ചും ഇവിടെ കഷ്ടപ്പാടുന്ന രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന. അപ്പോൾ ഈ കഥ, ഈ ചരിത്രം അതിൽ കാണിക്കുകയാണ് എങ്ങനെ മഹാദേവൻ വളരെ എളുപ്പത്തിൽ പ്രീതിയാവും, വളരെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചിലപ്പോൾ ശാപം തരും. അപ്പോൾ രാവണൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവരെ വരം മേടിച്ചിരുന്നു. അപ്പോൾ ഒരിക്കൽ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു, വൃക്കാസുരൻ അങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് എനിക്ക് വരങ്ങൾ കിട്ടണം, അതിന് എളുപ്പ വഴിയാണ്. ഇപ്പോൾ 4 ഋഷി ലീലയാണ് ഭഗവാന്റെ ലീല. 4 ഋഷി അവിടെ പ്രതിഷ്ഠപ്പെടുക ഇയാൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വൃക്കാസുരൻ ചോദിക്കുകയാണ്, 4 ഋഷി ആരാണ് പെട്ടെന്ന് പ്രീതിയാവുക, പെട്ടെന്ന് വരം തരിക? അപ്പോൾ 4 ഋഷി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അശുതോഷൻ, മഹാദേവൻ്റെ ഒരു പേര്, ശിവൻ്റെ പേര് അശുതോഷൻ, പെട്ടെന്ന് പ്രീതിയാവുന്ന ആളാണ്. അപ്പോൾ നീ മഹാദേവൻ്റെ അടുത്ത് പോകണമെന്ന് പറയും. അപ്പോൾ ഉടനെ ഇയാൾ വൃക്കാസുരൻ കേദാർനാഥിൽ അവിടെ പോയി. കേദാർനാഥ് ഒരു ഹിമാലയത്തിലെ ഒരു വിഷ്ണുവിൻ്റെ ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ പോവാണ്. അവിടെ ഇരുന്ന് ആ തണുത്തതിൽ യജ്ഞകുണ്ടത്തിൽ നിന്നിട്ട് തപസ്കരിക്കുകയാണ്. ഒറ്റകാലം നിന്നിട്ട് തപസ്യ ചെയ്യാണ്. അങ്ങനെ അയാളുടെ മാംസങ്ങളും അംഗങ്ങളും വെട്ടിയിടാൻ തുടങ്ങുക. പക്ഷെ എന്നിട്ടും ശിവൻ പ്രത്യക്ഷപ്പെടുന്നില്ല. സാധാരണ ശിവൻ പെട്ടെന്ന് പ്രീതിയാവുന്നതാണ്. അപ്പോൾ ശിവൻ അവിടെ നോക്കുകയാണ്. പിന്നെ ശിവൻ വരാത്തത് കണ്ടപ്പോൾ അയാൾ സ്വയം മുടിക്കെല്ലാം വളർന്ന് ആകെ എല്ലിച്ച് ഫുള്ളൊന്നുമില്ല, ശരീരത്തിൽ മാംസം ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം മഴയെടുത്തിട്ട് കഴുത്തിനെ വെട്ടി ഇടാൻ പോകുമ്പോൾ ശിവൻ അപ്പം തന്നെ യജ്ഞം കൊണ്ടുവന്ന് വന്നിട്ട് പറയാണ്, നിൽക്ക് ഇത് ചെയ്യല്ലേ, ഞാൻ ഫുള്ളി സംതൃപ്തിയായി നിൻ്റെ ഇങ്ങനത്തെ ഒരു തീവ്ര ദൃഢനിഷ്ഠതയുള്ള ഒരു തപസ്യം കണ്ടിട്ട്. അപ്പം നീ ചോദിക്കുക എന്താ വേണ്ടത്? അപ്പോൾ ഉടനെ പറയാണ് വൃക്കാസുരൻ, എനിക്ക് അങ്ങനത്തെ അനുഗ്രഹം വേണം, ഞാൻ ആരെ തല തൊട്ടാലും തല പൊട്ടി തെറിച്ചവർ മരണപ്പെടണത്. അപ്പോൾ ശിവൻ പെട്ടെന്ന് ഷോക്കാവും. ഇങ്ങനത്തെ ഒരു
രാവണനും കൂടിയും ഇങ്ങനത്തെ ഇതൊക്കെ ചോദിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു ദുഷ്ട ഇത് ചോദിക്കുന്നത്. ഇപ്പോൾ മഹാദേവനാണ്. ഇപ്പോൾ നമ്മളും ഇല്ലേ, എന്താ പറയുക, ചിലവർ ചെറിയ ആൾക്കാരൊക്കെ നമ്മളെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ റിയാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പ്രകടിപ്പിക്കില്ല. ഉള്ളിലുണ്ടാവും, പുറത്തൊരു വെളിച്ച ഒരു ചെറിയായിരിക്കും നമുക്ക് അല്ല. അപ്പോൾ പുറത്ത് ശിവനും അതേമാതിരി ഉള്ളിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭാഗത്തിൽ പറയണ്ട ഒരു ഇരുമ്പ് എങ്ങനെ ചിറിക്കുക, അതുമാതിരിയുള്ള ഒരു ചിരിക്കും ശിവൻ. കാരണം ഇത് ഇങ്ങനത്തെ ഒരു വരാ ചോദിച്ചത്. അപ്പോൾ ശിവൻ അങ്ങനെ അനുഗ്രഹിച്ച ഉടനെ തന്നെ ഈ ഇങ്ങനത്തെ രാക്ഷസ ഗുണമുള്ള ആൾക്കാർക്ക് ഉള്ള ചിന്താഗതിയാണ് നന്ദിയില്ലാതെ പോരാത്തിന് ബാക്കിയുള്ളൊരു തീമ വിചാരിക്കുകയാണ് അവിടെ. അപ്പോൾ ഉടനെ അയാൾ ശിവൻ്റെ തലയിലേക്ക് കൈ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ശിവൻ അവിടുന്ന് പെട്ടെന്ന് ശിവൻ്റെ ശക്തി കൊണ്ട് അവിടുന്ന് പറന്ന് പോവാണ്. അങ്ങനെ സ്വർഗലോകത്തിലേക്കും പോവാണ്, പല സ്ഥലത്തേക്കും പോവാം, ബ്രഹ്മലോകം മറ്റേ സത്യലോകം. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ശിവൻ്റെ വരം പറയുന്നത് അത്രയും ശക്തിയുള്ളതാണ്. അപ്പോൾ ഒപ്പം ശിവൻ തൊട്ടതുകൊണ്ട് ഒന്ന് ആ യജ്ഞം ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ വെട്ടുകയാണ്. തല വെട്ടുന്നതിന് മുമ്പ് ശിവൻ തൊട്ടുകൊണ്ട് അയാൾ ശരീരം ഫുള്ള് തേജസ്സാവാണ്. മാത്രമല്ല രണ്ടാമത്തെ തൊടൽ പറഞ്ഞ് അയാൾ ചോദിച്ച വരം തഥാസ്തു പറഞ്ഞ് തലയിൽ വെച്ചപ്പോൾ ഫുള്ള് പവർ കിട്ടുകയാണ്. അപ്പോൾ ശിവൻ്റെ അതേ സ്പീഡിൽ വൃക്കാസുരനും പിന്നിൽ എന്താ പറയുക ചേസ് ചെയ്യാണ്. അങ്ങനെ അവസാനം വൈകുണ്ഠത്തേക്ക് എത്തുകയാണ്. ശ്വേതദ്വീപത്തിൻ്റെ അടുത്ത് ഭഗവാൻ വിഷ്ണുവിന് എല്ലാവരും ഉള്ളൊരു അന്തർയാമ്യ പരമാത്മാവാണ് ശിവൻ്റെ ഉള്ളിലും. അതുകൊണ്ട് നമ്മൾ കൃഷ്ണ പരമാത്മാവെന്ന് പറയുന്നത്. ആരും പറയുന്നില്ല അയ്യപ്പ പരമാത്മാവ്, ഗണേശ പരമാത്മാവ് പറയില്ല. വിഷ്ണു പരമാത്മാവ് അല്ലെങ്കിൽ കൃഷ്ണ പരമാത്മാവ് പറയാം. അതുകൊണ്ട് ശിവൻ്റെ ഉള്ളിലും മഹാദേവൻ്റെ ഉള്ളിലും ഭഗവാൻ വിഷ്ണു കുടികൊണ്ട. അപ്പം എല്ലാം അറിയാം ഭഗവാൻ. ഉടനെ ഭഗവാൻ പെട്ടെന്ന് ചെറിയ കുട്ടിയായിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. രാമ പറയുന്നത് എല്ലാവർക്കും സന്തോഷം തരുന്നതാണ്. അപ്പോൾ ആ ചെറിയ കുട്ടിയായിട്ട് പോയപ്പോൾ വൃക്കാസുരനെ ആകർഷിച്ച്, കാരണം പല ലോകം പറഞ്ഞാൽ ഇവിടുന്ന് മറ്റേ സ്പേസിൽ പോകാത്ത എന്ന് വെച്ചാൽ എത്രയോ ലക്ഷം കിലോമീറ്ററാണ്. ഇത് അതിൻ്റെയൊക്കെ അപ്പുറമുള്ളതാണ്. അല്ല കോടാനി ട്രില്യൻസ് ഓഫ് എന്താ പറയുക മൈൽസാണത്. അപ്പോൾ വൃക്കാസുരൻ അവിടെ എത്തിയപ്പോൾ ഈ കുട്ടീനെ കണ്ടപ്പോൾ ആകെ അദ്ദേഹത്തിന് ഭയങ്കര ആനന്ദം വരികയാണ്, അട്രാക്ഷൻ വരിക. അപ്പോൾ ആ നല്ല ഇതിൽ പറയാണ് കുട്ടി കൃഷ്ണൻ പറയുന്ന വൃക്ക നമുക്ക് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് ഇതാക്കരുത്, കുറച്ച് ക്ഷമയോടെ ഇരിക്കും, എന്നാൽ പിന്നെ നമുക്ക് ഒരിത് കിട്ടും, ഐഡിയ കിട്ടും, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ വൃക്കാസുരനെല്ലാം കഥകൾ പറയാം, ഇതൊക്കെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഭഗവാൻ പറയും, നിനക്കറിയില്ലേ വൃക്കാസുര, ദക്ഷയജ്ഞത്തിൽ ദക്ഷൻ ശിവനെ ശപിച്ചു. പിന്നെ പാർവതി ഇപ്പോൾ സതി ഇത് ഇതാക്കിയിട്ട് ഇല്ല, ആകപ്പോൾ ശിവന് ശക്തി ഒന്നും ഇല്ല, എല്ലാം അത് പോയി. ചുമ്മാ അവിടെ പറയാണ്, നീ ആ ശിവനെ നീ നുണയനെ നീ ഒരു പാഠം പഠിപ്പിക്കണം, നീ ഇങ്ങനെ തന്നെ പറ്റിച്ചേന്. അപ്പോൾ നീ സ്വയം വെച്ച് നോക്ക്, ഇപ്പം തന്നെ നോക്ക് ഉണ്ടോ എന്നൊക്കെ, ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ ഇത് ആ വരവും തന്നില്ല, ഇതേമാതിരി ആരെ തല തൊട്ടാലും പൊട്ടിത്തെറിക്കും, എൻ്റെ സ്വന്തം തലയിൽ വെച്ച് നോക്ക് പറയും. അപ്പം തന്നെ കേട്ട ഉടനെ ഭഗവാൻ എല്ലാവരും ഉള്ളൊരു പരമാത്മാവാണ്. അപ്പോൾ വൃക്കാസുരൻ ഭഗവാനുള്ളിൽ പരമാത്മാവായി വയ്ക്കാൻ അതേമാതിരി വൃക്കാസുരൻ സ്വയം തലയിൽ വയ്ക്കുമ്പോൾ തല പൊട്ടിത്തെറിക്കുകയാണ്, അപ്പം തന്നെ വീണ് മരണപ്പെടുക. അപ്പോൾ ഭഗവാൻ മഹാദേവനോട് പറയും, മഹാദേവ നിങ്ങൾ വന്നിട്ട് ഇതാണ് എന്താ പറയുക സ്പിരിച്വൽ ഗുരുവാണ് ഈ യൂണിവേഴ്സിലെ ബ്രഹ്മാണ്ടത്തിലെ എല്ലാവരും ആത്മീയ ഗുരുവാണ്. ഇങ്ങനത്തെ വലിയ സെയിൻറ്റ്ലി ആയിട്ടുള്ള ആൾക്കാരെ അപരാധം ചെയ്താൽ ഇങ്ങനെയായിരിക്കും അവസാനിക്കുക. അപ്പോൾ അങ്ങനെ അവസാനം 40ാമത്തെ ശ്ലോകം 10ാമത്തെ സ്കന്ധം 88ാമത്തെ ചാപ്റ്റർ 40ാമത്തെ ശ്ലോകത്തിൽ സുഖ മഹർഷി അവസാനം പറയാം, ഇത് വിശ്വാസത്തോടെ
കേട്ട ആൾക്കാർ അല്ലെങ്കിൽ പറയുന്ന ആൾക്കാർ അവർക്ക് ശത്രുക്കളോ അല്ലെങ്കിൽ ശത്രുക്കളുടെ എനിമിറ്റി ഉണ്ടാവില്ല, പക ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത് ഈ സംസാര സാഗരത്തിൽ ജന്മമൃത്യുരാവ്യാധിന്ന് നമ്മൾ ജനനം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ഇതിൽ രണ്ട് ഇതാണ് ഭാഗവത്തിലെ ഇത് മനസ്സിലാക്കുന്നത്. കൃഷ്ണനാണ് സർവേശ്വരൻ, കൃഷ്ണനാണ് എല്ലാവരിലും സ്രോതസ്. ഇപ്പോൾ പറയുന്നില്ലേ ഭഗവാൻ ആദിത്യയാണ് മഹാവിഷ്ണു പ്രതിനിധി. ഇതുമാതിരി അവിടെ വേറെയും പറയണ്ടേ, രുദ്രാണാം ശങ്കര ശൈവം, ഞാനാണ് രുദ്രൻ, മഹാദേവൻ എൻ്റെ പ്രതിനിധിയാണ്, അല്ലാണ്ട് റെപ്രസെൻറ്റേറ്റീവാണ്, എൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് കൃഷ്ണൻ എന്നാണ് പറയുന്നത്. പിന്നെ തൊട്ട 10ാമത്തെ സ്കന്ധം 88 ഞാൻ പറഞ്ഞു 89ാമത്തെ ചാപ്റ്ററിൽ ഒരു 20 ശ്ലോകമുണ്ട്. അത് സുഖമഹർഷി പറയേണ്ടത് വിശ്വാസത്തോടെ കേൾക്കുന്നവർക്ക് ഈ സംസാര ഭൗതിക എന്താ പറയുക എക്സിസ്റ്റൻസ്, മെറ്റീരിയൽ എക്സിസ്റ്റൻസിൽ നമ്മൾ ഭയങ്കര പ്രയാസത്തോടെ ഒഴുക്കിൻ്റെ എതിരെ നമ്മൾ നീന്തിയില്ലെങ്കിൽ നമ്മൾ ഒഴുകി പോകും താഴേക്ക്. അപ്പോൾ ആ ശക്തി കിട്ടണമെങ്കിൽ ഈ ചരിത്രം ശ്രദ്ധയോടെ കേട്ടാൽ ആ ശക്തി കിട്ടും. രണ്ടാമത് എങ്ങനെ ഒരു യാത്രക്കാരൻ ആകെ ക്ഷീണിക്കും, യാത്ര ചുട്ട വെയിൽ, നീണ്ട യാത്ര, കാലാവസ്ഥ, ഭക്ഷണം, വെള്ളം പലതും കൊണ്ട് എന്താ ഉറക്കം തെറ്റും. ഇപ്പോൾ ഈ അമേരിക്ക പോയാൽ തന്നെ ജെറ്റ് ലാഗ് ഒക്കെ ഉണ്ടാവും, ടൈമിൻ്റെ വ്യത്യാസം ഒക്കെ ഉണ്ടാവും, നമുക്ക് ഉറക്കം പോകും, 2-3 ദിവസത്തേക്ക് ഇതാവില്ല. അപ്പം അങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ പോയി അവിടെ ഒരു സ്ഥലത്ത് എത്തിയാൽ കുറേ ദിവസം ഉറങ്ങാൻ തോന്നും, എന്നാൽ ആ ടയർഡ്നെസ് മാറും. അപ്പം അതേപോലെ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രയാസങ്ങൾ, ഭയങ്കര പ്രയാസം, ആകെ ക്ഷീണിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പം എങ്ങനെ ഒരു യാത്രക്കാരന് ഒരു റെസ്റ്റ് കിട്ടുക, അതേമാതിരി ഈ ചരിത്രം ശ്രദ്ധയോടെ കേട്ട് ഈ ഭൗതിക പ്രയാസങ്ങളിലുള്ള പ്രയാസത്തിന് വളരെ എളുപ്പമായിട്ട് നമ്മൾ ഓവർകം ചെയ്യും. നമ്മൾ വളരെ സന്തോഷമായിട്ട് ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, നല്ല ശക്തി ഉണ്ടാവും, നമ്മൾ എന്താ പറയുക തളരില്ല. അപ്പോൾ നമുക്ക് ഈ ചരിത്രം കൂടിയും ഇതും ഇതിനെ പറ്റിയിട്ടാണ് ഭഗവാന്റെ ഓപ്പുലൻസ്, വിഭൂതിനെ കുറിച്ച് പറയാം, ഭഗവാൻ എത്ര വലിയ ആളാണ്. അത് 5 മിനിറ്റ് അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാ വെച്ചാൽ സുഖമഹർഷി പറയാണ്, ഒരിക്കലും സരസ്വതി നദിയുടെ തീരത്ത് എല്ലാ ഋഷിമാരും, ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ ഋഷിമാരും ഒന്നിച്ച് ചേരുകയാണ്, എന്നിട്ട് യജ്ഞം ചെയ്യാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഒരു ഡൗട്ട്, സംശയം വരും, ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ, ബ്രഹ്മാവാണോ ശിവനാണോ വിഷ്ണുവാണോ? അപ്പോൾ അവരെല്ലാവരും ഭൃഗുവിനെ സെലക്ട് ചെയ്യും. ഈ ശ്ലോകത്തിൽ എനിക്ക് തോന്നുന്നത് അവിടെ ഭൃഗുവിനെ കുറിച്ച് പറയണ്ട അല്ലേ, ഏതാ ശ്ലോകം അത്? ഭൃഗു പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഇവിടെ ശ്ലോകമുണ്ട്. അപ്പോൾ ഭൃഗുവിനെ സെലക്ട് ചെയ്യുന്നപ്പോൾ ഭൃഗുവിനോട് പോയി പരീക്ഷിക്കാൻ പറയും, ആരാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ ഭൃഗു പോവാണ് സത്യലോകത്തിൽ. ഭൃഗു പറയുന്നത് ബ്രഹ്മാവിൻ്റെ പുത്രൻ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ പോവാണ്. അപ്പോൾ ബ്രഹ്മാവിനെ കാണാണ്. അപ്പോൾ നേരെ ഉള്ളൊരു അടിച്ച് കയറി വരിക. അപ്പോൾ ഇത് ഭൂലോകമല്ല, ഭൂലോകത്തിൽ തന്നെ ഒരു 100 കൊല്ലം മുമ്പൊക്കെ അച്ഛനൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. ഇത് പറഞ്ഞ സത്യലോകമാണ്, അതും വേറെ, അവിടെയൊക്കെ ഭയങ്കര ലെവലാണ്. അച്ഛനൊക്കെ പറഞ്ഞ് അത്രയും ബഹുമാനത്തോടെ ഇതാക്കാം. ഇവിടെ ഭൃഗു ഒരു ബഹുമാനമില്ലാതെ ഉള്ളൊരു പേരാണ്, നമസ്കരിക്കുന്നില്ല. ഒരു സാധാ ഇന്നത്തെ കാലത്ത് അച്ഛനും മക്കളുമാരില്ല, അതിലാരെ മോശമായിട്ട് പെരുമാറിയാണ്. അപ്പോൾ ബ്രഹ്മാവ് ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ട്. പക്ഷെ ബ്രഹ്മാവ് ഞാൻ പറഞ്ഞില്ലേ, ചിലവർ കാരണവന്മാർ അങ്ങനെ ദേഷ്യം പുറത്തേക്ക് കാണിക്കില്ല. എന്തായാലും അവർക്ക് ഒരു മോശമാണ്, ഞാൻ അങ്ങനെ ഇതാക്കിയാൽ എന്താ വിചാരിക്കുക ബാക്കിയുള്ളവർ എന്നെ കുറിച്ച്. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടാവും. അപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വരിക. അപ്പോൾ ഭൃഗു മഹർഷിയാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയാം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആ റെസിപ്രോക്കേഷനും ആ ഭാവവും ആദ്യം കണ്ടപ്പോൾ ഭൃഗു മനസ്സിലാക്കി ഇദ്ദേഹത്തിന് സഹനശക്തി ഇല്ല. പെട്ടെന്ന് എന്താ ഈഗോ ഉള്ള ആളാണ്, അതേമാതിരി എന്നെ ബഹുമാനിച്ചില്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നലുള്ള ആളാണെന്ന് വെച്ചിട്ട് അവിടുന്ന് പറയും തോറ്റു നീ പറഞ്ഞിട്ട് പോവും. എന്നിട്ട് അടുത്ത് ശിവൻ്റെ അടുത്ത് പോവാം. ശിവൻ ആരാ? ഭൃഗുവിൻ്റെ അവർ ജ്യേഷ്ഠനായിട്ട് വരും. എന്തായാലും ബ്രഹ്മാവിൻ്റെ പുത്രന്മാരവരൊക്കെ.
ഞാൻ പറഞ്ഞില്ലേ, ബ്രഹ്മാവിൻ്റെ പുത്രനായാലും ശിവൻ ആ ലെവലിൽ ഒരിക്കലും കരുതരുത്. ബ്രഹ്മാവിൻ്റെ ലെവലാണ്, ബ്രഹ്മാവിനെക്കാളും വലിയ ലെവൽ മഹാദേവനാണ്. അപ്പോൾ ശിവൻ്റെ അടുത്ത് പോയപ്പോൾ ശിവൻ പറഞ്ഞ ശുഭമായിട്ടുള്ളതാണ്, എല്ലാം ശുഭമാണ് ശിവൻ എന്ന് പറഞ്ഞ അർത്ഥം. ഇനി ഒരു പേര് മഹാദേവൻ, ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പോൾ ശിവൻ ഉടനെ പോയി കെട്ടിപ്പിടിക്കാൻ പോകും ഭൃഗുവിനെ. അപ്പോൾ ഭൃഗു കാണിച്ചിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ശിവനോട് പറയും, നിങ്ങളൊരു ഭൂതഗണങ്ങളുടെ കൂടെയാണ്, വൃത്തിയില്ലാതെ അസ്ഥിയും മുടയൊക്കെ തേച്ചിട്ട് പാമ്പനെയും കഴുത്തിലിട്ടിട്ട് കുളിക്കുന്നില്ല ഫുൾ നേരം പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും അറിയാം. ശിവൻ പറയാൻ ഏറ്റവും യോഗിയാണ്, ഇതിലൊക്കെ ട്രാൻസെൻഡ് ചെയ്ത മഹാത്മാവാണ്. അപ്പോൾ ഭൃഗു കാണിച്ചിട്ട് ശിവനെ പ്രൊവോക്ക് ചെയ്യാം. അപ്പോൾ ശിവൻ ഉടനെ ശിവൻ പറയുന്ന ഏതാ തമഗുണത്തിൻ്റെ മോഡ് ഓഫ് പാഷനിലുള്ള പ്രതിനിധിയാണ്. ഭഗവാൻ ഈ ബ്രഹ്മാണ്ടമൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് ശിവൻ എന്താ പറയുക, പാല് തൈരാകും. പക്ഷെ തൈരിന് ഒരിക്കലും പാലാവാൻ പറ്റില്ല. അതാണ് സർവേശ്വരനായ വിഷ്ണു കൃഷ്ണനും മഹാദേവനും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് തന്നെയാണ്, പക്ഷെ പാലും തൈരും മാതിരിയാണ്. പാലിനാണ് തൈര് വെണ്ണ നെയ്യൊക്കെ വരുന്നത്, പക്ഷെ തൈരിന് പാല് വരികയല്ല. അപ്പോൾ സ്രോതസ് പാലാണ്. അപ്പോൾ ശിവൻ ഉടനെ തൃശ്ശൂലെടുത്തിട്ട് നെറ്റി മറ്റേ മൂന്നാമത്തെ കണ്ണ് തുറന്നത് പിന്നിൽ ചേസ് ചെയ്യാണ്. അപ്പോൾ ഭൃഗു പെട്ടെന്ന് വൈകുണ്ഠത്തേക്ക് എത്തുക. ഭൃഗുമണി മഹർഷി സാധാരണ ലെവലിലുള്ള ഋഷിയല്ല. അതായത് അദ്ദേഹത്തിന് സുഖമായിട്ട് സത്യലോകം പോകാൻ പറ്റി, ബ്രഹ്മലോകത്തിൽ, പിന്നെ കൈലാസം, അതേമാതിരി സുഖമായിട്ട് വൈകുണ്ഠത്തേക്ക് പോവാണ്. അപ്പോൾ വൈകുണ്ഠത്തേക്ക് ചെന്നപ്പോൾ ഭൃഗുമണി അവിടെ കാണുകയാണ്, എന്താ ഭഗവാൻ നാരായണൻ ലക്ഷ്മിയുടെ തൊടയിൽ കടക്കുകയാണ്. അദ്ദേഹത്തെ കുറച്ച് കഴിയുമ്പോൾ കാണുകയാണ് ലക്ഷ്മി ദേവി പാദങ്ങളിൽ പ്രസ് ചെയ്യാണ്. അത് കണ്ടപ്പോൾ ഭൃഗു ഉടനെ വന്ന് നെഞ്ഞത്ത് ചവിട്ടാണ്. ഭഗവാന്റെ നെഞ്ഞത്ത് ചവിട്ടി ഉടനെ ഭഗവാൻ പറയാ, ഭൃഗുവിന് കാല് വേദനിക്കുകയാണ്. ഭഗവാൻ പറയാ, അയ്യോ എത്ര വലിയ അപരാധം ഞാൻ ചെയ്തത്, എൻ്റെ കല്ലുമാരിയുള്ള ഇതിൽ ഭഗവാന്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ അത്, ലക്ഷ്മി കുടി കൊള്ളുന്ന സ്ഥലം. അപ്പോൾ അത് ചവിട്ടിപ്പോൾ പറയും, നിങ്ങളുടെ കാല് എത്ര വേദനിച്ചിട്ടുണ്ടാവും വെച്ചിട്ട് ഉടനെ മഹാലക്ഷ്മി എണിച്ചിട്ട് മഹാലക്ഷ്മി വിചാരിക്കുകയാണ്, ഇതെനിക്ക് എന്തൊരു ഭാഗ്യമാണ്, ഒരു വലിയ ഋഷിയുടെ കാൽപ്പാലാണ് ഞാൻ കുടികൊള്ളുന്ന സ്ഥലത്ത് കാല് വെച്ചിരിക്കുന്നത്. അതാണ് ഭൃഗുപാദ എന്ന് പേര് വരുന്നത്. ഭഗവാന്റെ നെഞ്ഞത്ത് പാദം, ഭൃഗുവിൻ്റെ പാദം അവിടെ വരികയാണ് നെഞ്ഞത്ത്. അപ്പോൾ കാലിൽ വെള്ളം ഒഴിച്ച് മസാജ് ചെയ്യാം. ഉടനെ ഭൃഗുവിൻ്റെ കണ്ണിന് വെള്ളം ഒരു അപരാധം ചെയ്ത ഒരു ഇത്. അപ്പോൾ പിന്നെ ഉടനെ ഭൃഗു പോയി അവിടെ സദസ്സിലുള്ള ലക്ഷക്കണക്കുള്ള മഹർഷിമാരോട് പറയാം സംഭവിച്ചത്. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, വിഷ്ണുവാണ് ഏറ്റവും വലിയ, കാരണം ദേഷ്യം പറയുന്നതാണ് ഏറ്റവും പ്രയാസം അത് നിയന്ത്രിക്കാൻ. അങ്ങനെ എല്ലാവരും കൺക്ലൂഷനിലെത്താണ്, ഡൗട്ടൊന്നും വേണ്ട, വിഷ്ണുവാണ് എന്താ പറയുക സർവേശ്വരൻ. അങ്ങനെ ഭാഗവതത്തിൻ്റെ വഴി കൂടെ നമ്മൾ കൺക്ലൂഷനാണ് ഭഗവാൻ കൃഷ്ണനാണ് സർവേശ്വരൻ, ഈശാവാസം ഇതം സർവം, ഏറ്റവും സ്രോതസ് ഈശ്വരൻ വന്നിട്ട് കൃഷ്ണനാണ്, വിഷ്ണുവാണെന്ന്. പിന്നെ അതിൻ്റെ വിഭൂതികളാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് ലിസ്റ്റ് ഇതിൽ വരുന്നത്, ഒരുപാട്. ഹരേ കൃഷ്ണ. അപ്പം അതിൻ്റെ സമ്മറി ഇതാണ്. ഭഗവാൻ നമ്മൾ ഇത് പറയേണ്ടത്, ഭഗവാനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, എളുപ്പം രസോഹം അപ്സുഖമൊക്കെ നമ്മൾ പറയേണ്ടത്. നമ്മൾ വെള്ളം കുടിക്കും, കൃപാദം പറയും, എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട്. ഭഗവാനെ എളുപ്പം എപ്പോഴും ഓർക്കാൻ, വെള്ളം കുടിക്കുമ്പോൾ ഓർക്കാൻ പറ്റും ഭഗവാനെ. ഇനിയിപ്പോൾ ചിലവർ പറയാം ഞാൻ വിസ്കിയാണ് കുടിക്കുന്നത്, കൃപ തമാശയ്ക്ക് പറയാം, ഈവൻ അതും വെള്ളമാണ്, അതിലും എല്ലാറ്റിലും ഭഗവാനുണ്ട്. എല്ലാം ഈ മെറ്റീരിയൽ ക്രിയേഷൻ എല്ലാം ഭഗവാന്റെ ആണ്. ഇനിയിപ്പോൾ ചിലർ വേണ്ടി അഹങ്കാരത്തിൽ പറയാൻ ഞാൻ വെള്ളം കുടിക്കില്ല, അങ്ങനെ പറഞ്ഞ് അടുത്ത കോമ്പറ്റീഷൻ. പിന്നെ പ്രഭാസിനി, ശശി, സൂര്യനുണ്ട്. അപ്പോൾ സൂര്യൻ്റെ
നമ്മളെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ എപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റും. ഭഗവാനെ എന്നും നമ്മൾ നന്ദി പറയണം. പ്രകൃതിയിലെ പഠനങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ എന്നും നന്ദിയുള്ള ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ ശരിക്കും പറഞ്ഞാൽ 3 നേരം ഭക്ഷണം കിട്ടാത്തവർ എത്ര പേരെ 90% അത്ര ലോകത്ത്. ശരി, നമ്മൾ ഇന്ത്യയിലൊക്കെ കുറവാണ്, കേരളത്തിലൊക്കെ ഒട്ടും ഇല്ല. പക്ഷെ ലോകത്ത് നോക്കിയാൽ ഒരുപാട് കോണ്ടിനെൻസ് ഉണ്ട്. ആഫ്രിക്ക കാണുന്ന അവിടെയൊക്കെ കുറേ നോക്കിയാൽ 98% ദാരിദ്ര്യം. അല്ല 10% പറഞ്ഞാൽ 3 നേരം ഭക്ഷണം കിട്ടുന്ന, വസ്ത്രം, താമസിക്കാനുള്ള സ്ഥലം. ഇത് 3 സോറി, ഭക്ഷണം മാത്രമല്ല, 3 ഉള്ളതൊക്കെ വളരെ 10% ആൾക്കാരാണ്. നമ്മൾ ഭാഗ്യവാന്മാർ. പ്രസാദം, ഭഗവാൻ നിവേദിച്ച പ്രസാദം കിട്ടുന്നുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ വായു ശ്വസിക്കാൻ, വായു ഭഗവാൻ പറയേണ്ടത് മരിച്ചിയാണ് ഞാൻ മരുതന്മാരിൽ അല്ല, ശ്വാസം, വായു, ഇതൊക്കെ നമുക്ക് നല്ല ഇത് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ നന്ദി പറഞ്ഞ് നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കും. ഇല്ലാത്തതിനെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചാൽ നമ്മൾ പിച്ചക്കാരനാണ്. അതിപ്പോൾ ഏത് വലിയ എലോൺ മസ്ക് ആയാലും ശരി, ടാറ്റ ആയാലും ബിർല ആയാലും ശരി, അവർ ഇല്ലാത്തതിനെ കുറിച്ച് എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക വെച്ചാൽ ഒരു പിച്ചക്കാരനാണ്. നേരെ മറിച്ച് ഭക്തന്മാർ സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കർ, എളിമയായിട്ടുള്ള ജീവിതം, ഉയർന്ന ചിന്താഗതി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ പൈസക്കാരായിരിക്കും. നമ്മൾ എപ്പോഴും നന്ദിയുള്ള ഹൃദയം കൊണ്ട് നമുക്ക് എല്ലാറ്റിനെയും പിന്നെ ഭഗവാന്റെ കൈ കണ്ട നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഇവിടെ കാണുന്നത്. എല്ലാറ്റിനും സ്രോതസ് ഇവിടെ എല്ലാം നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ സാഹചര്യം ഉണ്ടാക്കി തരുന്നത് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ച സന്തോഷമായിട്ടുള്ള കൃഷ്ണബോധ ജീവിതം നമുക്ക് വഹിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അയ്യോ, ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാവും. ഒന്നുമില്ലെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. 1 or 2 ചോദ്യം ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രസം ഞാൻ പറഞ്ഞില്ലേ അല്ലേ. അപ്പോൾ പ്രഭുപാദർ പറയുന്നുണ്ട്, വളരെ എളുപ്പം ഭഗവാനെ എന്നും നമുക്ക് വെള്ളം ദാഹം എടുക്കലുണ്ട്, എന്നും വെള്ളം കുടിക്കലുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഞാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പ്രഭുപാദർ പറയാം, അപ്പോൾ 1966 ചിലർ വെള്ളമല്ല എപ്പോഴും മദ്യത്തിലാണ്. പ്രഭുപാദർ പറഞ്ഞിപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് ചിലർ, ഞാൻ ഈ വെള്ളം കുടിക്കുക, ഞാൻ അവർക്കും കൃഷ്ണ ഇതല്ല കൃഷ്ണ, അതിൻ്റെ ടേസ്റ്റും ഞാൻ. ഇനിയിപ്പോൾ അങ്ങനെ അഹങ്കരിച്ച് പറയണത് ഞാൻ ഇതും ഇല്ല, ഇപ്പോൾ ഞാൻ ഒന്നും കുടിക്കില്ല. ചിലവരില്ല ലെക്ചറിൽ വേണിച്ചിട്ട് ലഹള കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചാൽ സൂര്യൻ എന്തായാലും പുറത്ത് പോയാൽ കാണാതിരിക്കാൻ പറ്റില്ല, ചന്ദ്രനെയും കാണാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞ് ഞാനാണ്. അപ്പോൾ എപ്പോഴും എന്നെ കാണാൻ പറ്റും, എന്നെ ഓർക്കാൻ പറ്റും. അല്ല, ഭഗവാൻ ഇതിൽ 9ാമത്തെ പറയല്ലേ, എങ്ങനെ എപ്പോഴും മന്മന, അതിൻ്റെ 9ാമത്തെ ചാപ്റ്ററിൻ്റെ സാരം എന്താണ്, ഗീതയുടെ സാരം തന്നെ, മന്മനാഭാവം മദ്ഭക്തി. എപ്പോഴും എന്നെ ചിന്തിക്കുക, ഏതെങ്കിലും രീതിയിൽ ചിന്തിക്കുക. ഇത് വെള്ളം കുടിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റും അല്ലേ. അപ്പം അത്ര വിശ്വാസമില്ലാത്ത ആൾക്ക് മന്മനാഭാവം മദ്ഭക്തം മധ്യാജീമം നമസ്കുരു, എപ്പോഴും എന്നെ നമസ്കരിക്കുക. അതെ, മം യുക്തൈവ ആത്മന മത്പറയാണ്.